ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വന്നേക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ അമ്മ വീടും ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാരെയും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ അമ്മയുടെ അമ്മ. അമ്മച്ചിക്ക് കുറച്ച് 2-2.5 വർഷമായിട്ട് വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചതിന് ശേഷം അമ്മച്ചി ഇപ്പോൾ ഇങ്ങനെ കേട്ടോ. അപ്പോൾ അമ്മച്ചിനെ കാണാനായിട്ട് മെയിനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. അമ്മച്ചി എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ അമ്മച്ചിക്ക് ഇങ്ങനെ ഓർമ്മയൊന്നുമില്ല, പക്ഷേ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകൾ വരും. പിന്നെ പ്രായമായതിൻ്റെയും കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ദിവസം അമ്മച്ചിയുടെ അടുത്ത് വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതാണ് കേട്ടോ എൻ്റെ അമ്മ വീട്. അപ്പം ഇതൊക്കെ എൻ്റെ അമ്മായിയുടെ കലാവിരുദ്ധകൾ കേട്ടോ. ഈ ചെടികളൊക്കെ ഇതൊക്കെ ഇങ്ങനെ പൂത്ത് വയ്ക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. ചെടികൾ മാത്രമല്ല, അമ്മായിക്ക് കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഔട്ട് സൈഡിലെ കാഴ്ചകളെ. അപ്പോൾ വഴുതനങ്ങയും മുളക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും നല്ല നല്ല ഭംഗിയുള്ള കുറേ ചെടികൾ അമ്മായി എത്തുന്നുണ്ട്. ഇതൊക്കെ അമ്മായിയുടെ ഓരോ കലാവിരുദ്ധകളാണ് കേട്ടോ. അപ്പം കണ്ടോ. അപ്പോൾ ഗായ്സ്, ഈ കാണുന്ന വഴിയാട്ടോ നമ്മൾ ആറ്റിറമ്പിലേക്ക് പോകുന്ന വഴി. നല്ല ഭംഗിയാണ്, കുറേ പൂക്കളും ചെടികളൊക്കെ ആയിട്ട്. ഗായ്സ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിവിടെ വരുന്നത്. ഇവരെന്നെ പറ്റിക്കാൻ നിൽക്കുന്നു ഗായ്സ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുള്ള കൂട്ടത്തിലാട്ടോ. കുഞ്ഞനക്കമൊക്കെ കണ്ടാൽ മതി, എനിക്ക് നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. നിങ്ങളൊക്കെയോ? അപ്പോൾ ഗായ്സ്, മുളയൊക്കെ വേണ്ട ഇങ്ങനെ അറിയുന്ന വീടല്ലേ. അപ്പം എൻ്റെ കുഞ്ഞിലെ ഒന്നും ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. നല്ല നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സൂക്ഷിച്ച് വരണ കുഴി വല്ലതും ഉണ്ടോന്ന്. മീഹ, പൊന്നു, അപ്പു. ഗൈസ്, ഇതാണ് ലാസ്റ്റിലത്തെ വ്യൂ. അപ്പം ഇവിടൊക്കെ ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗൈസ്, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം കാടാണ്. ഞങ്ങളുടെ കുഞ്ഞിലെ ഒന്നും ഇത്രയും കാടില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം ഇതിലെ പോകാൻ തന്നെ പേടിയാവണം, അമ്മാതിരി കാടായേ. നിങ്ങൾക്ക് എന്ത് തോന്നും ഇവിടം കണ്ടിട്ട്? അതേണ്ട ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ ആറ്റിൽ വന്ന് ഗൈസ്. അത് കുറേ അപ്പോൾ ഇങ്ങോട്ട് വന്നേ, പോരുത്. ഇവിടെ ഇങ്ങനെ താഴുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മണലായിരുന്നല്ലേ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ അമ്മ വീട്ടിലെ കാഴ്ച. ഇത് മണിമലയാറാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഭയങ്കര അടിപൊളിയാട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. കാരണം കൂടെ വലിയവരാരുമില്ല. അതുകൊണ്ട് ഇവരെ ഇങ്ങനെ എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാം. ഇവിടെ പറയാണ് നമ്മൾ തിരിച്ചു പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. കാരണം ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാട്ടോ. ടാറ്റാ, ബൈ ബൈ.